നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കുറുക്കുവഴികളിലൂടെ യു.ഡി.എഫ് സർക്കാർ അട്ടിമറിക്കുകയാണെന്നും ഇതിനായി അവതരിപ്പിച്ച ധനകാര്യ ബില്ലിന് ഗവർണർ അനുമതി നൽകരുതെന്നും മുൻ റവന്യൂ മന്ത്രി കെ.പി. രാജേന്ദ്രൻ ടി.സി.വിയോട് പറഞ്ഞു. നെൽവയൽ തണ്ണീർത്തട നിയമം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി യു.ഡി.എഫ് സർക്കാർ അട്ടിമറിക്കുകയാണ്. നിയമ ഭേദഗതി ബിൽ കൊണ്ടുവരാതെ കുറുക്കുവഴികളിലൂടെ നിയമത്തെ കശാപ്പ് ചെയ്യുകയാണ് യു.ഡി.എഫ് സർക്കാർ. കുറുക്കുവഴിയിലൂടെയാണ് നിയമസഭയിൽ ഇപ്പോൾ അട്ടിമറിച്ചത്. നിയമനിർമ്മാണത്തിന് ഭേദഗതി കൊണ്ടുവന്നിട്ടില്ല. ഒരു നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണമെങ്കിൽ ആക്റ്റിൽ ഭേദഗതി കൊണ്ടുവരണം. ആക്റ്റിൽ ഭേദഗതി എന്ന് പറയുമ്പോൾ ഒരു പുതിയ നിയമം തന്നെയാണ്. ഒരു അമെൻമെൻറ്റ് ബില്ല് മന്ത്രിസഭ അംഗീകരിച്ച് സഭയിൽ വെക്കണം ഗവർണറുടെ അനുമതിയോടുകൂടി. ആ സഭയിൽ വെച്ച് കഴിഞ്ഞത് സഭ ചർച്ച ചെയ്യണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഗവർണർ നിയമസഭയിൽ ഇപ്പോൾ പാസ്സാക്കി എന്ന് പറയുന്ന ഈ ധനകാര്യ ബില്ലിന് അനുമതി നൽകരുത്. ബി.ജെ.പി. സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതിക്കെതിരെ രാജ്യം മുഴുവൻ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ യു.ഡി.എഫ് സർക്കാർ ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഈ നടപടിയിലൂടെ സ്വീകരിക്കുന്നതെന്ന് കെ.പി. രാജേന്ദ്രൻ ടി.സി.വിയോട് പറഞ്ഞു. ബി.ജെ.പി. ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഭൂമി ഏറ്റെടുക്കൽ നിയമവുമായി ബന്ധപ്പെട്ട രാജ്യം മുഴുവൻ എതിർക്കുന്ന ഈ നടപടിയെ അതിന് ഏറ്റവും ശക്തമായ പിന്തുണയാണ് ഈ നിയമ ഭേദഗതിയിലൂടെ കേരളത്തിലെ യു.ഡി.എഫ് സർക്കാർ, ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ കെ.എം. മാണിയും ഈ നടപടിയിലൂടെ കൊടുക്കുന്നത്. എമർജിംഗ് കേരളയിൽ മോണ്ടേസിംഗ് അലുവാലിയ കേരളത്തിന് കൃഷിയല്ല ടൂറിസമാണ് വേണ്ടതെന്ന് പറഞ്ഞത് സർക്കാർ പ്രാവർത്തികമാക്കുകയാണ്. ഏറെ ജനകീയ ചർച്ചകൾക്ക് ശേഷം ലോകത്തിന് തന്നെ മാതൃകയായി നടപ്പാക്കിയ നിയമത്തെ കശാപ്പ് ചെയ്യുന്നതിനായി ഡാറ്റാ ബാങ്ക് രൂപീകരിക്കുന്ന നടപടികൾ യു.ഡി.എഫ് സർക്കാർ നിർത്തിവെച്ചു. കേരളത്തിലെ നെൽവയലുകളെല്ലാം തന്നെ ഭൂമാഫിയയ്ക്ക് വിഴുങ്ങാൻ പാകത്തിലാണ് നെൽവയൽ തണ്ണീർത്തട നിയമത്തെ അട്ടിമറിച്ചതെന്നും കെ.പി. രാജേന്ദ്രൻ ആരോപിച്ചു. മോണ്ടേസിംഗ് അലുവാലിയെ പ്രഖ്യാപിച്ചത് എന്താ? പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ കേരളത്തിൽ നെൽകൃഷി ആവശ്യമില്ല, കേരളത്തിൽ കൃഷി ആവശ്യമില്ല, മറിച്ച് കേരളം ടൂറിസത്തിൻ്റെയും അതുമായി അനുബന്ധ പദ്ധതികൾക്കാണ് കേരളം, അതിനാണ് തയ്യാറാകേണ്ടത്. അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. പക്ഷേ ഈ ഗവൺമെൻറ് വന്ന് ഈ 4.5 വർഷത്തിനുള്ളിൽ ആ ഡാറ്റാ ബാങ്ക് പൂർത്തിയാക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല.